Hi everyone, welcome to the very first video. ഇതൊരു ഡോക്യുമെൻറ്റേഷനാണ് പ്രോപ്പർലി. ഇന്ന് ഞങ്ങളൊരു സിനിമയ്ക്ക് പോവുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജനനായകൻ റിലീസായി. സോ അത് കാണാൻ വേണ്ടി പോവുകയാണ്. ഞാനൊരു ഭയങ്കര ഹാർഡ് കോർ വിജയ് ഫാനാണ്. സോ വിജയുടെ ലാസ്റ്റ് സിനിമ ഇറങ്ങുന്ന ദിവസം ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. മേ ബി ഐ വിൽ പോസ്റ്റ് ഇറ്റ് ലേറ്റർ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഐ ഡോണ്ട് നോ. പക്ഷേ ഇത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് തോന്നി. സോ ഐ എം റെക്കോർഡിങ് ദിസ്. ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ്. ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്, പിന്നെ ഒരു ഫ്രണ്ടിനെയും പിക്ക് ചെയ്യണം. ഐ വിൽ ജസ്റ്റ് ഷോ യു ഹൗ ഇറ്റ് ഗോസ്. അപ്പോൾ നമുക്ക് പോവാം. ഓൺ ദ വേ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പടത്തിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയ സമയത്ത് ഒരുപാട് പേര് ഭയങ്കര ഇമോഷണലായിട്ട് സിനിമ കഴിഞ്ഞിറങ്ങി കരഞ്ഞിട്ടൊക്കെ റിവ്യൂ പറയുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത്രയ്ക്കൊക്കെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് ഡൗട്ട്ഫുള്ളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര ഡൈഹാർട്ട് ഫാനാണ് ഞാൻ വിജയുടെ. പുള്ളിയുടെ സ്റ്റൈൽ, ഓറ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് അൺമാച്ചിങ്. അപ്പം അതൊന്നും ഇനി പുതിയൊരു സിനിമയുടെ ഭാഗമായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റത്തില്ല എന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ അത് കരയാൻ മാത്രമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൂടെയാണ് ഒരു ഉദ്ദേശം. നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. പുള്ളിക്കാരിനെ പിക്ക് ചെയ്യണം. പുള്ളിക്കാരി വന്നുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് രേഷ്മ. രേഷ്മ ഹായ് പറ. യെസ്, നമ്മൾ ഫൈനലി തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇവനെ നമ്മളെ കരയിപ്പിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോ? പടം കണ്ടു കഴിഞ്ഞു. ഭയങ്കര പ്രൊപ്പഗണ്ട സിനിമയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ വിജയ് ഫാൻ എൻജോയ് ചെയ്യുന്ന കുറേ മൊമെന്റ്സ് പടത്തിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വിജയുടെ ഒരു ലാസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്ത ഒരു സിനിമ തെറിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ അത്ര സാറ്റിസ്ഫൈ ചെയ്ത ഒരു സിനിമ വേറെ വന്നിട്ടില്ല. എല്ലാ സിനിമകളും ബാക്കി എൻജോയ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും എല്ലാം ഓക്കെ. പക്ഷേ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പോലെ അത്രയും ഇമോഷണലായിട്ട് അത്രയും അത് കൊണ്ടുവരാൻ സിനിമയ്ക്ക് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് റിവ്യൂ ഒന്നുമല്ല പറയാൻ, ഞാൻ റിവ്യൂവറും അല്ല, നോട്ട് എ ഫിലിം ക്രിറ്റിക്, ആൻഡ് ജസ്റ്റ് സേയിങ് മൈ തിങ്. പക്ഷേ എന്നാലും ഇനി പുള്ളിയുടെ ഒരു പുതിയ സിനിമ തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട്. സിനിമ ഒരുപാട് ലെങ്തി ആയിപ്പോയി. ബട്ട് അതർവൈസ് കൊള്ളാം. ഇൻ്റർവൽ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ് തിരിച്ച്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം.